ചാപ്റ്റർ കൺസോളിഡേറ്റഡ് ഫിനാൻസ് സ്റ്റേറ്റ്മെന്റ് ഇൻഡ് AS എന്ന് എഴുതിയത് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് എന്നാണ്. ഇൻഡ് എന്ന് പറഞ്ഞത് ഉദ്ദേശിക്കുന്നത് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് എന്നാണ് കേട്ടോ. അപ്പൊ ഇൻഡ് AS ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 110 അനുസരിച്ചിട്ട് എങ്ങനെയാണ് കൺസോളിഡേറ്റഡ് ഫിനാൻസ് സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കുന്നത്. ഓക്കെ, അതിനു മുമ്പ് നമുക്ക് അതിന്റെ ബേസിക്സ് നോക്കാം. അപ്പോൾ നമുക്കറിയാം ഈ അടുത്ത കാലത്ത് ഫേസ്ബുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനി ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ് തുടങ്ങിയ കമ്പനികളൊക്കെ ടേക്ക് ഓവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഫേസ്ബുക്കും അതുപോലെ ഇൻസ്റ്റാഗ്രാമും വാട്സപ്പ് ഒക്കെ സെപ്പറേറ്റ് ഒരു ലീഗൽ എക്സ്റ്റൻസിന്റെ സെപ്പറേറ്റ് പേരുള്ള കമ്പനികളാണ്. ഓക്കെ, ഈ കമ്പനിയെ ഫേസ്ബുക്ക് എന്ത് ചെയ്തു? അക്വയർ ചെയ്തു. ഈ ഫേസ്ബുക്ക് ഒരേ ഫീൽഡിൽ സോഷ്യൽ മീഡിയ എന്നുള്ള ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന കമ്പനിയാണ്. ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റാഗ്രാം ആയാലും വാട്സപ്പ് ആയാലും ഒക്കെ ആ ഒരു ഫീൽഡിലാണ്. അപ്പോൾ ഒരേ ഫീൽഡിലുള്ള ഒരു കമ്പനിയെ ആ ഫീൽഡിലുള്ള വേറൊരു കമ്പനികൾ ഏറ്റെടുക്കുക ഇവിടെ ഉണ്ടായത്. അത് എന്തിനു വേണ്ടിയായിരിക്കും അങ്ങനെ ചെയ്യുന്നത്? ഒരേ ഫീൽഡിലുള്ള, അപ്പൊ ടെലികമ്മ്യൂണിക്കേഷൻ ഫീൽഡിലുള്ള ഒരു വോഡാഫോൺ എന്ന കമ്പനി ഐഡിയ എന്ന കമ്പനിയെ ഏറ്റെടുത്തു. ഇത് എന്തിനു വേണ്ടിയായിരിക്കും? ആ ഫീൽഡിലുള്ള അതിനേക്കാളും ശക്തമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന കോമ്പിറ്റൻസി മത്സരം എന്ത് ചെയ്യാനാണ്? ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ ഫീൽഡിലെ മത്സരം ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കമ്പനികൾ പൊതുവെ ഇങ്ങനെ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നത്. സ്ട്രാറ്റജിക് അലയൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. എന്തിനു വേണ്ടിയിട്ട്? ഇങ്ങനെയുള്ള കോമ്പിറ്റൻസ്, ഇപ്പൊ ജിയോയുടെ കോമ്പിറ്റൻസി നേരിടാൻ വേണ്ടിയിട്ടാണ് ശരിക്കും വോഡാഫോണും ഐഡിയയും തമ്മിൽ ഒരു ടൈപ്പ് ഉണ്ടാക്കിയത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് ഒരു ടൈപ്പിലൂടെ കമ്പനി വർക്ക് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ആ ഒരു ഗ്രൂപ്പ് വർക്കിലൂടെ ആ കമ്പനിക്ക് ഉണ്ടാകുന്ന എന്നറിയാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ കൺസോളിഡേറ്റഡ് ഫിനാൻസ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് ഈ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അതായത് ഇൻഡിവിജ്വലി വർക്ക് ചെയ്യുന്ന കമ്പനികൾ ജോയിൻ ചെയ്തിട്ട് ഒരു കമ്പനിയായിട്ട് അല്ലെങ്കിൽ ഒരു ലക്ഷ്യത്തിലേക്ക് പ്രവർത്തിക്കുക. അങ്ങനെയാണെങ്കിൽ അതിന് ഗ്രൂപ്പ് കമ്പനീസ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെ ഗ്രൂപ്പായിട്ട് ജോയിൻ ചെയ്ത് കമ്പനി ആക്ടിവിറ്റി നടത്തുമ്പോൾ അതിന്റെ റിസൾട്ട് കമ്പനി അവരുടെ സ്വന്തമായിട്ടുള്ള ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കും. ഐഡിയയുടെ സ്വന്തമായിട്ടുള്ള ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കും. പക്ഷെ ഇവരുടെ ആ ഗ്രൂപ്പ് ആക്ടിവിറ്റിയിൽ നിന്നും മൊത്തം ഉണ്ടാകുന്ന ലാഭം എത്ര എന്നറിയണമെങ്കിൽ, എന്തെങ്കിലും മൊത്തം ഉണ്ടാകുന്ന ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണെന്ന് അറിയണമെങ്കിൽ അതിന് എന്ത് ചെയ്യണം? ഐഡിയയുടെയും വോഡാഫോണിന്റെയും ബാലൻസ് ഷീറ്റിനെ എന്ത് ചെയ്യണം? കമ്പൈൻ ചെയ്തിട്ട് ഒരൊറ്റ ബാലൻസ് ഷീറ്റ് ആക്കണം. ഓക്കെ, അപ്പൊ കൺസോളിഡേറ്റഡ് ഫിനാൻസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യുന്ന കമ്പനികൾ അവരുടെ എൻഡ് ഫിനാൻഷ്യൽ റിസൾട്ട് അറിയുവാൻ വേണ്ടിയിട്ട് അവരുടെ സ്റ്റേറ്റ്മെന്റ്സുകളെ കൺസോൾട്ട് ചെയ്ത് ഒരുമിച്ച് ചേർക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് കൺസോളിഡേറ്റഡ് ഫിനാൻസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സാധാരണ കേസിൽ ഇതിനു മുമ്പ് നിങ്ങൾക്ക് പഠിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ സീനിയേഴ്സിന്റെ ഇതിൽ ബിസിനസ് കോമ്പിനേഷൻ എന്നായിരുന്നു ഈ ചാപ്റ്ററിന്റെ പേര്. ബിസിനസ് കോമ്പിനേഷൻ. അതിനു മുമ്പ് അക്കൗണ്ടിങ് ഫോർ ഹോൾഡിംഗ് കമ്പനീസ് എന്നായിരുന്നു. പിന്നെ അക്കൗണ്ടിങ് ഫോർ ഗ്രൂപ്പ് കമ്പനീസ്. അപ്പൊ ഇത് ഇങ്ങനെയൊക്കെ പല പേരിലും പല ടെക്സ്റ്റ് ബുക്കുകളിലും കാണുന്നുണ്ട്. പക്ഷെ ഒക്കെ ഒരു കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ എഴുതി വെച്ചോ, തുടങ്ങിക്കോ. ചാപ്റ്റർ ഹെഡ് കൺസോളിഡേറ്റഡ് ഫിനാൻസ് സ്റ്റേറ്റ്മെന്റ് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 110 110 ഇന്ത്യൻ അക്കൗണ്ടിംഗ് ഇൻഡ് AS 110 110 അങ്ങനെ തന്നെ എഴുതാട്ടോ. നോക്കാട്ടോ. മെനി ബിഗ് കമ്പനീസ് ടുഡേ ഹാവ് എ സബ്സിഡറി ഓർ സബ്സിഡറി കമ്പനി or which company has control. In other words, today companies started working in groups. A company which acquire more than 50% of share of another company is called parent company or holding company. A company whose majority of share are acquired by parent company is known as subsidiary company. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പൊ ഇന്നത്തെ സാഹചര്യത്തിൽ പല കമ്പനികൾക്കും ഒരുപാട് സബ്സിഡറി കമ്പനീസ് ഉണ്ടായിരിക്കും. നിങ്ങൾക്കറിയാം, കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു കമ്പനി ഈസ് എ ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ ഹാവിംഗ് പെർപെച്വൽ സക്സഷൻ ആൻഡ് കോമൺ സീൽ എന്നാ പറയാം. അതായത് കമ്പനി എന്ന് പറഞ്ഞെങ്കിൽ നിയമം പ്രകാരം രൂപം കൊണ്ടിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. അതിന് സാധാരണ ഹ്യൂമൻ ബീയിങ്ങിനെ പോലെ തന്നെ ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാനുള്ള അവകാശമുള്ള റൈറ്റുള്ള ഒരു പേഴ്സൺ ആണ് ഒരു കമ്പനി എന്ന് പറയുന്നത്. ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഓരോ കമ്പനിക്ക് എന്തുണ്ട്? സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് ഉണ്ട്. സെപ്പറേറ്റ് ആയിട്ട്, അതായത് ഹ്യൂമൻ ബീയിങ് മാറിയിട്ട് അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു നിലനിൽപ്പുണ്ട്. കോൺട്രാക്റ്റിൽ കമ്പനിയുടെ പേരിൽ എൻ്റർ ചെയ്യാം. ഓക്കെ, കാരണം സാധാരണ കോൺട്രാക്റ്റിൽ നമ്മൾ ആ വ്യക്തി ബോർഡ് ഓഫ് ഡയറക്ടറുടെ പേര് അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന്റെ MDയുടെ പേരിൽ എൻ്റർ ചെയ്യുക. ആ കമ്പനിയുടെ പേരിലാണ് നമ്മൾ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുക, കമ്പനിയുടെ സീൽ വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ കമ്പനിക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള നിലനിൽപ്പുള്ള ഒന്നാണ് ഒരു കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കമ്പനി
അവരുടെ മാർക്കറ്റ് സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് ചില സമയത്ത് ജോയിൻ ചെയ്ത് വർക്ക് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇവിടെ പറഞ്ഞു ജിയോ വന്നതിന് ശേഷമാണ് വോഡാഫോൺ ഐഡിയ തമ്മിൽ ജോയിൻ ചെയ്യാൻ തീരുമാനമെടുത്തത്. അതുപോലെ തന്നെ വാട്സപ്പിനെ അക്വയർ ചെയ്തു ആര്, വാട്സപ്പിന് ഇൻസ്റ്റാഗ്രാമിനെയൊക്കെ അക്വയർ ചെയ്തു ആര്, ഫേസ്ബുക്ക്. ഇതൊക്കെ എന്താണ്, ആ ഒരു ജോയിന്റ് ബെനിഫിറ്റ് കിട്ടുവാൻ വേണ്ടിയിട്ടാണ്, ജോയിൻ ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന ബെനിഫിറ്റ് കിട്ടുവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഏത് കമ്പനിയാണ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എ എന്നൊരു കമ്പനി, ഈ കമ്പനി അത്യാവശ്യം ഫിനാൻഷ്യലി സ്ട്രെങ്ത് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. എ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി ഫിനാൻഷ്യലി സ്ട്രെങ്ത് ആയിട്ടുള്ള ഒരു കമ്പനിയാണെന്ന് വിചാരിക്കുക. ആ കമ്പനി ബി എന്ന കമ്പനിയുടെ ഒരു 50% ഒരു 51% ഷെയർ, എ എന്ന കമ്പനി ബി എന്ന കമ്പനിയുടെ 51% ഷെയർ അക്വയർ ചെയ്തു, ഇക്വിറ്റി ഷെയർ അക്വയർ ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ എ എന്ന കമ്പനിയെ നമുക്ക് വിളിക്കാം, അക്വയർ ചെയ്ത ആ കമ്പനിയെ നമുക്ക് എന്ത് വിളിക്കാം, പാരന്റ് കമ്പനി എന്ന് വിളിക്കാം. ഓക്കെ, ദെൻ ഈ കമ്പനിയെ നമുക്ക് എന്ത് വിളിക്കാം, സബ്സിഡറി കമ്പനി എന്നും വിളിക്കാം. ഏത് കമ്പനിയിലാണോ 51% കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയത്, ഈ കേസിൽ ബി എന്ന കമ്പനിയിലാണ് എ 51% കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയത്. അങ്ങനെയെങ്കിൽ ഈ ബി എന്ന കമ്പനി എ എന്ന കമ്പനിയുടെ സബ്സിഡറി കമ്പനിയാണ്, എ എന്ന കമ്പനി ബിയുടെ പാരന്റ് കമ്പനിയാണ്. ഓക്കെ, അപ്പൊ ഈ പാരന്റ് സബ്സിഡറി റിലേഷൻഷിപ്പ്, ഓക്കെ, പാരന്റ് സബ്സിഡറി റിലേഷൻഷിപ്പിനെയാണ് ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. അത് എയും ബിയും കൂടി ചേർന്നാൽ അതെന്താണ്, അതൊരു ഗ്രൂപ്പാണ്. ഓക്കെ, അപ്പോൾ ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്, പാരന്റ് കമ്പനി ആൻഡ് ഓൾ ഇറ്റ്സ് സബ്സിഡറീസ്, ഒരു പാരന്റ് കമ്പനിയും അതിന്റെ എല്ലാ സബ്സിഡറീസും ചേർന്നിട്ടുള്ളതാണ് ഗ്രൂപ്പ്. ഓക്കെ, അപ്പൊ ഈ ഗ്രൂപ്പ് ആണ് എന്ത് ചെയ്യുന്നത്, കൺസോളിഡേറ്റ്, ഈ ഗ്രൂപ്പിന്റെ ഈ പാരന്റ് കമ്പനി ഈ ഗ്രൂപ്പിന്റെ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് പ്രിപ്പയർ ചെയ്യുക, അവരുടെ ഈ ഗ്രൂപ്പിന്റെ എൻഡ് റിസൾട്ട് ഐഡന്റിഫൈ ചെയ്യുവാൻ വേണ്ടിയിട്ട്. ക്ലിയർ? അപ്പൊ എന്താണ് പാരന്റ് കമ്പനി, സബ്സിഡറി കമ്പനി, ക്ലിയർ അല്ലേ? എന്താ പാരന്റ് കമ്പനി? ഏത് കമ്പനിയാണോ 51% കൂടുതൽ ഷെയർ മറ്റൊരു കമ്പനിയിൽ അക്വയർ ചെയ്യുന്നത്, ആ കമ്പനിയെ വിളിക്കുന്ന പേരാണ് എന്ത്, പാരന്റ് കമ്പനി. ഇവിടെ ഈ കേസിൽ ഏതാണ് പാരന്റ് കമ്പനി, എ എന്നുള്ള കമ്പനിയാണ് ഇവിടെ പാരന്റ് കമ്പനി. ദെൻ എ 51% കൂടുതൽ ഷെയർ അക്വയർ ചെയ്യുന്നത് ബി എന്ന കമ്പനിയിലായതുകൊണ്ട് ആ ബി എന്ന കമ്പനിയെ നമുക്ക് സബ്സിഡറി കമ്പനി എന്നും വിളിക്കാം. ക്ലിയർ? ദെൻ ഇനി അടുത്ത പാരഗ്രാഫ് ഒക്കെ ചെയ്ത when the financial statement of a parent and its subsidiaries are combined together, we shall get a picture of the group's total activities. Okay, such financial statement are called consolidated financial statement. ഇപ്പൊ എഴുതിയത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു കമ്പനിക്ക് ഇപ്പൊ ഇവിടെ ഈ കേസിലെ എ എന്നുള്ളതായിരുന്നു എന്ത്, പാരന്റ് കമ്പനി. അപ്പോൾ ഒരു എ എന്നുള്ള കമ്പനിക്ക് ഒരൊറ്റ സബ്സിഡറി മാത്രം ആവണമെന്നില്ല. ഓക്കെ, എ എന്ന കമ്പനിക്ക് ചിലപ്പോൾ ബി, സി, ഡി, ദെൻ ഒരു ഇ വേണമെങ്കിൽ എ എന്ന കമ്പനിക്ക് ബി, സി, ഡി, ഇ ഈ കമ്പനിയിലൊക്കെ എന്ത് ചെയ്യാം, ഇൻവെസ്റ്റ്മെന്റ് നടത്താം. അപ്പൊ സബ്സിഡറി എയും ബിയും മാത്രമാണെങ്കിൽ അതും ഒരു ഗ്രൂപ്പാണ്. ദെൻ എല്ലാ സബ്സിഡറീസും കൂടി കൂട്ടിയിട്ട് നമുക്ക് എന്ത് വിളിക്കാം, ഒരു ഗ്രൂപ്പ് എന്നും വിളിക്കാം. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞു കമ്പനി എന്ന് പറയുന്നത് കമ്പനിക്ക് സെപ്പറേറ്റ് ലീഗൽ ആയിട്ടുള്ള നിലനിൽപ്പുള്ള ഒന്നാണ് കമ്പനി. എക്ക് എയുടേതായിട്ട് നിലനിൽപ്പുണ്ട്, ബിക്ക് ബിയുടേതായിട്ടുള്ള സ്വന്തം നിലനിൽപ്പുണ്ട്, സിക്ക് ഉണ്ട്, ഡിക്കും ഇക്കും ഒക്കെ അവരുടേതായിട്ടുള്ള സ്വന്തം നിലനിൽപ്പുണ്ട്. അപ്പോൾ ബിയുടെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യും. ഓക്കെ, സിയുടെ ബാലൻസ് ഷീറ്റ് സ്വന്തമായിട്ട് ഉണ്ടാക്കും, ഡിയും അവരുടെ സ്വന്തമായിട്ടുള്ള ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കും, ഇയും അവരുടെ ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കും, എയും അവരുടെ സ്വന്തമായിട്ടുള്ള ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കും. പക്ഷേ നമുക്ക് ഈ എയെ സംബന്ധിച്ചിടത്തോളം ഈ ഗ്രൂപ്പ്, കാരണം ഇവരുടെ ഈ കമ്പനിയിലൊക്കെ നടത്തിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് എന്ത് നേട്ടം ഉണ്ടായി, എന്ത് ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ടെന്ന് അറിയണം. ഓക്കെ, അപ്പൊ അത് അറിയണമെങ്കിൽ ഇങ്ങനെ ഓരോരുത്തരുടെ ബാലൻസ് ഷീറ്റ് ഇങ്ങനെ നോക്കി, അല്ലെങ്കിൽ ഈ ഗ്രൂപ്പ് കൊണ്ട് ഉണ്ടാകുന്ന ബെനിഫിറ്റ് അറിയണമെങ്കിൽ ഇങ്ങനെ ഓരോരുടെ ബാലൻസ് ഷീറ്റ് നോക്കിയിട്ട് കാര്യമില്ല. അപ്പൊ എന്ത് ചെയ്യണം, ഈ എയുടെ ബാലൻസ് ഷീറ്റ് പ്ലസ് ബിയുടെ ബാലൻസ് ഷീറ്റ്, സിയുടെ ബാലൻസ് ഷീറ്റ്, ഡിയുടെ ബാലൻസ് ഷീറ്റ്, ഇയുടെ ബാലൻസ് ഷീറ്റ് കൂടി ആഡ് ചെയ്തിട്ട് പ്ലസ് ചെയ്തിട്ടുള്ള ഒരു കമ്പൈൻഡ് ബാലൻസ് ഷീറ്റിനെ എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം. ആ കമ്പൈൻഡ് ബാലൻസ് ഷീറ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്, കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അതായത് എയും അതിന്റെ എ എന്ന് പറഞ്ഞ പാരന്റ് കമ്പനിയും അതിന്റെ സബ്സിഡറീസും ചേർന്നിട്ട് അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. അത് നോക്കൂ, എഴുതി ഒന്ന് വായിച്ചു നോക്കൂ. വേണ്ട ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് എ പാരന്റ് കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എ എന്ന കമ്പനി ആൻഡ് ഇറ്റ്സ് സബ്സിഡറീസ്, ഈ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ
കമ്പൈൻ ടുഗദർ, അതിനെ ഒന്നാക്കി മാറ്റിയാൽ അതിനെ വിളിക്കുന്ന പേരാണ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ഓക്കെ, എ ഗ്രൂപ്പ് ഹാസ് നോ സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് ഫോർ അക്കൗണ്ടിംഗ് പർപ്പസ്. A group has no separate legal existence except for accounting purpose. The consolidated financial statement should be prepared when the parent company has control over the subsidiary or subsidiaries. അപ്പോൾ അവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ്, ഈ ഗ്രൂപ്പ് ഞാൻ പറഞ്ഞു ഈ കമ്പനീസ് ABCD ഈ പറഞ്ഞിട്ടുള്ള എല്ലാ കമ്പനീസിനും നിയമപരമായിട്ട് അവരുടേതായിട്ടുള്ള സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് ഉണ്ട്. പക്ഷെ ഈ ഗ്രൂപ്പിന് അങ്ങനെ ഒരു ലീഗൽ ആയിട്ടുള്ള എക്സിസ്റ്റൻസ് ഒന്നുമില്ല. ഓക്കെ, അതിന്റെ കണ്ണില് ഈ ഗ്രൂപ്പിലുള്ള ഓരോ കമ്പനിയും ഇൻഡിവിജ്വൽ സെപ്പറേറ്റ് നിയമപരമായിട്ടുള്ള നിലനിൽപ്പുള്ള കമ്പനീസ് ആണ്. എന്നാൽ അക്കൗണ്ടിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഇതിനെ ഗ്രൂപ്പ് ചെയ്തിട്ട് അതിന്റെ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത പാരഗ്രാഫ്, ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 110 ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് എഴുതേണ്ടത് എങ്ങനെയാണ്, IND അല്ലെ, നിങ്ങൾ സെക്കൻഡ് സെമസ്റ്റർ പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു കുറച്ച് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഒക്കെ. IND-AS 110, Indian Accounting Standard 110 lays down the accounting principles and procedures for the presentation and preparation of consolidated financial statement. In India, the Companies Act 2013 require holding company to present consolidated financial statement of the holding company and its subsidiaries. The Exchange Board of India, SEBI require a holding company to publish consolidated financial statement. ഓക്കെ, നമ്മുടെ ചാപ്റ്ററിന്റെ ഹെഡ് തന്നെ എഴുതി എന്താണ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ബാക്കിൽ ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 110, അതായത് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 110 അനുസരിച്ചിട്ട് എങ്ങനെയാണ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. ഓക്കെ, അപ്പം കമ്പനീസ് ആക്ട് 2013 അതുപോലെ തന്നെ സെബി, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, അവരുടെ റൂൾ അനുസരിച്ചിട്ട് കമ്പനീസ് ആക്ട് അനുസരിച്ചിട്ടും സെബിയുടെ ആക്ട് അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കൺസോളിഡേറ്റഡ് ഒരു ഹോൾഡിംഗ് കമ്പനി കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നിർബന്ധമായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. സെബി പറയുന്നത് എന്താണ്, ആ പ്രിപ്പയർ ചെയ്തിട്ടുള്ള കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പബ്ലിഷ് ചെയ്യണം, അതായത് ആൾക്കാർക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെ പബ്ലിഷ് ചെയ്യുകയും വേണം എന്നാണ് പറയുന്നത്. കാരണം എന്താണ്, ഈ കമ്പനിയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് സാധാരണക്കാരായിട്ടുള്ള പബ്ലിക്കാണ്. ഓക്കെ, അപ്പോൾ പബ്ലിക്കിന് അറിയണം കമ്പനി ലാഭത്തിലാണോ നഷ്ടത്തിലാണോ, കമ്പനി എന്താ ആക്ടിവിറ്റി ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ അതിന്റെ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പബ്ലിഷ് ചെയ്യുകയും വേണം എന്ന് സെബി. കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് എ ഗ്രൂപ്പ് in which the asset, liabilities, equities, income, expense and cash flows of the parent and its subsidiaries are presented as those of a single economic entity. Okay, കിട്ടിയല്ലോ. ഓക്കെ, അപ്പൊ അത് വായിച്ചു നോക്കി എന്താ പറയുന്നത് അവിടെ, കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഡെഫിനിഷൻ നോക്കുമ്പോൾ ഇതുപോലെ എഴുതണം കേട്ടോ, സെന്റൻസ് ഒന്നും മാറ്റരുത്. അവിടെ പറയുന്നത് എന്താണ്, ഒരു ഗ്രൂപ്പിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെ വിളിക്കുന്ന പേരാണ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. അവിടെ എന്താ ചെയ്യുന്നത്, ഇൻ വിച്ച് ദ അസറ്റ്, ലയബിലിറ്റീസ്, ഇക്വിറ്റി, ഇൻകം, എക്സ്പെൻസ് ആൻഡ് ക്യാഷ് ഫ്ലോ, അത് പാരന്റ് കമ്പനിയുടെയും സബ്സിഡറി കമ്പനിയുടെയും അസറ്റ്, ലയബിലിറ്റി, ഇക്വിറ്റി, ഇൻകം, എക്സ്പെൻസ് തുടങ്ങിയ ക്യാഷ് ഫ്ലോ ഇവയെല്ലാം എന്ത് ചെയ്യുന്നു, ഒരു സിംഗിൾ എൻറ്റിറ്റി ആയാൽ എങ്ങനെയുണ്ട് ആ രീതിയിൽ പ്രസന്റ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ, ഡെഫിനിഷൻ ക്ലിയർ അല്ലേ?